ഹലോ വിദ്യാർത്ഥികളെ, സ്വാഗതം. ഈ വിഷയത്തിൽ നമ്മൾ ഗ്യാസ് ടങ്സ്റ്റൻ ആർക്ക് വെൽഡിംഗ് ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റിൽ സ്ക്വയർ ബഡ് ജോയിന്റ് നിർമ്മിച്ച് മോണിറ്റർ ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കും. ഈ വിഷയത്തിന്റെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നതിന് കഴിയും: SS ഷീറ്റുകൾ തയ്യാറാക്കുക, സ്ക്വയർ ബഡ് ജോയിന്റിലും ടാക്ക് വെൽഡിലും ഷീറ്റ് സജ്ജമാക്കുക. GTAW പ്രക്രിയ ഉപയോഗിച്ച് വെൽഡ് ചെയ്യുക. ഏതെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. ഇനി നമുക്ക് GTAW മുഖേന ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള SS ഷീറ്റിൽ സ്ക്വയർ ബഡ് ജോയിന്റ് നിർമ്മിച്ച് മോണിറ്റർ ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ നോക്കാം. സ്റ്റീൽ റോൾ, സ്ക്രൈബർ, ബോൾ പീൻ ഹാമർ, ട്രൈ സ്ക്വയർ, ടോങ്സ്, സ്റ്റീൽ വയർ ബ്രഷ്, ഫില്ലർ റോഡുകൾ, വെൽഡിംഗ് ടോർച്ച്, കീയും സ്പാനറും, ഹെൽമെറ്റ് ടൈപ്പ് സ്ക്രീൻ, ഗ്യാസ് റെഗുലേറ്റർ കം ഫ്ലോ മീറ്റർ, വെൽഡിംഗ് പവർ സോഴ്സ്, ഷീൽഡിംഗ് ആർഗൺ ഗ്യാസ് സിലിണ്ടർ, ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, ഫുഡ് സ്വിച്ച്, സെന്റർ പഞ്ച്. ഇപ്പോൾ നമുക്ക് GTAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള MS ഷീറ്റിലെ സ്ക്വയർ ബഡ് ജോയിന്റിന്റെ പ്രീ വെൽഡിംഗ് തയ്യാറെടുപ്പുകൾ നോക്കാം. ബേസ് മെറ്റൽ SA240 ടൈപ്പ് 304L സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കുറഞ്ഞ കാർബൺ ഗ്രേഡുകൾ തിരഞ്ഞെടുക്കുക. .6 mm കനത്തിൽ 50 mm വീതിയിലും 150 mm നീളവുമുള്ള MS ഷീറ്റിന്റെ 2 കഷ്ണങ്ങൾ ആവശ്യമുള്ള വലുപ്പത്തിൽ മുറിക്കുക. ഉയർന്ന നിലവാരമുള്ള വെൽഡുകൾ ലഭിക്കുന്നതിന് SS ഷീറ്റുകളുടെ സർഫസ് വൃത്തിയാക്കുക. ഫില്ലർ വയർ ER308L 1.6 mm തിരഞ്ഞെടുക്കുക. ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് EWTH2 2 mm തിരഞ്ഞെടുക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡിങ്ങിനും ശുദ്ധീകരണത്തിനുമായി ഷീൽഡിംഗ് ഗ്യാസ് അതായത് ആർഗൺ തിരഞ്ഞെടുക്കുക. ഫ്ലോ മീറ്ററിൽ അനുയോജ്യമായ ഗ്യാസ് ഫ്ലോ റേറ്റ് 10 മുതൽ 12 LPM വരെ ക്രമീകരിക്കുക. ജോബ് പീസ് ടാക്ക് വെൽഡ് ചെയ്യുക. വെൽഡിങ്ങിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ കണ്ടു. GTAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള MS ഷീറ്റിലെ സ്ക്വയർ ബഡ് ജോയിന്റിന്റെ ഫാബ്രിക്കേഷൻ മോണിറ്റർ ചെയ്യാനുള്ള വെൽഡിംഗ് പ്രക്രിയ ഇപ്പോൾ നമുക്ക് നോക്കാം. ടാക്ക് വെൽഡഡ് ജോയിന്റ് ടേബിളിൽ സൂക്ഷിക്കുക. തുടക്കത്തിൽ 2 LPM ഫ്ലോ റേറ്റിലും വെൽഡിംഗ് സമയത്ത് 3 മുതൽ 4 LPM വരെ ഫ്ലോ റേറ്റിലും ആർഗൺ വാതകം റൂട്ട് പാസ് സംരക്ഷിക്കുന്നതിനുള്ള ഒരു ബാക്കിംഗ് ഗ്യാസായി നൽകുക. ശരിയായ ടോർച്ച് ആംഗിൾ നിലനിർത്തിക്കൊണ്ട് ബീഡ് ആരംഭിക്കുന്നതും നിർത്തുന്നതും വെൽഡ് ചെയ്യുന്നതും പ്രവർത്തിപ്പിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുക. GTAW ടോർച്ച് വെൽഡിംഗ് ദിശയ്ക്കെതിരെ 70 മുതൽ 80 ഡിഗ്രി വരെയും ബേസ് മെറ്റൽ സർഫസിന് നേരെ 90 ഡിഗ്രി വരെയും പിടിക്കുക. ടോർച്ച് ഓണാക്കി ആർക്ക് സ്ട്രൈക്ക് ചെയ്യുക. എന്നിട്ട് ഇലക്ട്രോഡ് വെൽഡ് പൂളിന്റെ ബീഡിംഗ് എഡ്ജിലേക്ക് അതിനെ നയിക്കണം. സ്ട്രിങ്ങർ ബീഡ് ടെക്നിക്ക് ഉപയോഗിച്ച് റൂട്ട് പാസ് വെൽഡ് ചെയ്യുക.
വെൽഡ് ഏരിയ അമിതമായി ചൂടാകുന്നത് ഒഴിവാക്കാൻ കുറഞ്ഞ ഹീറ്റ് ഇൻപുട്ട് നിലനിർത്തുക. ഏതെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് GTAW മുഖേന ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള SS ഷീറ്റിലെ സ്ക്വയർ ബഡ് ജോയിന്റിന്റെ നിർമ്മാണം നിരീക്ഷിക്കാൻ പിന്തുടരേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ലെഫ്റ്റ് വാർഡ് ടെക്നിക് ഉപയോഗിക്കുക. ഇലക്ട്രോഡിന്റെ ശരിയായ ആംഗിളും ട്രാവൽ സ്പീഡും ഉപയോഗിച്ച് ഓവർ ഡെപ്പോസിഷൻ ഒഴിവാക്കുക. എന്തെങ്കിലും സർഫസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. ഇലക്ട്രിക്കൽ കണക്ഷൻ ടൈറ്റ് ആണെന്ന് ഉറപ്പാക്കുക. ശരിയായ കളർ ലെൻസുകൾ ഉപയോഗിക്കുക. നഗ്ന നേത്രങ്ങളാൽ ആർക്ക് നോക്കരുത്. ശരിയായ വസ്ത്രം ധരിക്കുക. വെൽഡ് ഏരിയയിൽ നിന്ന് തീ പിടിക്കുന്ന വസ്തുക്കൾ മാറ്റി സൂക്ഷിക്കുക. എല്ലായ്പ്പോഴും വെൽഡിംഗ് മെഷീൻ ശരിയായി എർത്ത് ചെയ്യുക. ഇനി ഡിഫക്ട്സുകൾ നോക്കാം. ബ്ലോ ഹോൾസ്, ക്രാക്സ്, പ്ലേറ്റിന്റെ അറ്റം ഉരുകിപ്പോകുന്നു. uneven bead width. Recap. ഈ പാഠത്തിൽ നമ്മൾ GTAW ഉപയോഗിച്ച് ഫ്ലാറ്റ് പൊസിഷനിൽ 1.6 mm കട്ടിയുള്ള SS ഷീറ്റിലെ സ്ക്വയർ ബഡ് ജോയിന്റ് നിർമ്മിച്ച് മോണിറ്റർ ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. SS ഷീറ്റുകൾ തയ്യാറാക്കുക. സ്ക്വയർ ബഡ് ജോയിന്റുകളിലും ടാക്ക് വെൽഡിലും ഷീറ്റ് സജ്ജമാക്കുക. GTAW പ്രക്രിയ ഉപയോഗിച്ച് വെൽഡ് ചെയ്യുക. എന്തെങ്കിലും സർഫേസ് ഡിഫക്ട്സുകൾ അറിയാൻ വെൽഡ് പരിശോധിക്കുക. നന്ദി വിദ്യാർത്ഥികളെ, നമുക്ക് അടുത്ത സെഷനിൽ കാണാം.